Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillahir rahmanir rahim. Alhamdulillah. Wassalatu wassalamu ala ashrafil mahlukin wa ala alihi wa sahbihi ajma'in. Amma ba'd. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയ മുതഅല്ലിം സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, കലയുടെ കലവറ പെയ്തിറങ്ങുന്ന ഈ തിരുമുറ്റത്ത് ഈ റബീഇന്റെ പ്രൗഢോജ്ജലമായ വേദിയിൽ വെച്ച് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന വിഷയം അല്പം നിങ്ങളുമായി സംവദിക്കാനാണ് ഞാൻ ആഗതനായിട്ടുള്ളത്. അതിന് തൗഫീഖ് നൽകിയ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു സർവസ്തുതികളും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഫീ കുല്ലി മഖാം. അന്ധതയുടെ കരിമ്പടം പുതച്ചും ലഹരിയും മയക്കുമരുന്നും നെഞ്ചോട് ചേർത്തും ജീവിതം ഒരു ആഭാസമാക്കി മാറ്റിയ ഈ അഭിനവ യുഗത്തിൽ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന വിഷയം ഏറെ പ്രസക്തവും ഔചിത്യപൂർണവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ആധുനിക കാലത്ത് മാനവരാശിയുടെ ഹൃദയങ്ങളെ കവർന്നെടുക്കുന്ന നിഗൂഢമായ അന്ധചിന്തകൾ കൊണ്ട് നവതലമുറ ആശങ്കപ്പെടുമ്പോൾ അവരെ കൈപ്പിടിച്ച് സ്വർഗത്തിന്റെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് ആനയിക്കാൻ ദിശാബോധം നൽകുന്ന ഒരു കൂട്ടം പണ്ഡിത കുലപതികളെ കാലം സ്വാഗതം ചെയ്യുമ്പോഴാണ് വിദ്യാധനം സർവ്വതിലും പ്രധാനവും പ്രസക്തവുമായി മാറുന്നത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന കാടൻ സംസ്കാരത്തിൽ നിന്നും അറിവുള്ളവൻ അജീയൻ എന്ന ചിന്താഗതിയിലേക്കുള്ള പരിണാമത്തിന്റെ പാതയിലാണ് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആർജിച്ചെടുക്കുന്ന അറിവും അതിലൂടെ കൈവരിക്കുന്ന പുരോഗമനവുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യോൽപത്തി മുതൽ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അറിവ് എന്ന ആയുധമാണ് ലോകത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ലോകത്തിന്റെ നീതിയും നിയമവും നിയന്ത്രണവും മാറ്റിമറിച്ച് ലോക ജനതയുടെ ഹൃദയമിടിപ്പുകൾ നിന്റെ കൈവെള്ളയിൽ വെച്ച് അമ്മാനമാടാൻ നിനക്ക് പ്രയോഗിക്കാവുന്ന ഏറ്റവും വലിയ ആയുധം വിജ്ഞാനമാണെന്ന് പഠിപ്പിച്ച നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ വിദ്യാഭ്യാസത്തിന്റെ സ്വാധീനത്തെയാണ് തുറന്നു കാട്ടുന്നത്. ഞരമ്പുകൾ നുരമ്പിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലുകൾ എരിഞ്ഞമർന്നു തുടങ്ങിയാലും അറിവിനെ പ്രണയിച്ചവന്റെ ഹൃദയാന്തരങ്ങളിൽ അറിവ് ശാശ്വതമായി ജീവിച്ചു കൊണ്ടേയിരിക്കും. ഒരിക്കൽ നബി തങ്ങൾ പറയുകയുണ്ടായി, ഫദലുൽ ആലിമി അലൽ ആബിദി കഫദലി അലാ അദ്നാകും. നിങ്ങളിൽ ഒരു പണ്ഡിതൻ ആരാധനയിൽ മുഴുകി ഒരു വ്യക്തി കൈവരിക്കുന്ന ശ്രേഷ്ഠത എനിക്ക് നിങ്ങളിൽ ഏറ്റവും താഴ്ന്നവന്റെ ശ്രേഷ്ഠതയോട് തുല്യമാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന വചനത്തിലൂടെ പ്രവാചകർ വിശേഷിപ്പിച്ചത് അമ്പിയാക്കൾ അനന്തരാവകാശികളായിട്ടാണ്. കാരണം അമ്പിയാക്കളുടെ സ്വത്ത് എന്ന് പറയുന്നത് ദിനാറോ ദിർഹമോ അല്ല, മറിച്ച് സകലമാന ഇരുട്ടിനെയും പ്രകാശമാക്കുന്ന, സകല നരകങ്ങളെയും സ്വർഗങ്ങളാക്കുന്ന, വാനോളം നിന്നരായവരെ രാജാവാക്കുന്ന അറിവ് എന്ന ഏറ്റവും വലിയ നിധിയാണ്. ജാഹിലിയത്തിന്റെ കരിമ്പടം പുതച്ച അറേബ്യൻ ജനതയെ വെറും 23 വർഷത്തെ വിദ്യാബോധം കൊണ്ട് സംശുദ്ധമാക്കി തീർത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന് കാണുന്ന സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സാമൂഹിക സാംസ്കാരിക പുരോഗമനത്തിന്റെയും ബൃഹത്തായ സംവിധാനത്തിലേക്ക് വഴി നടത്തിയതും വിദ്യയിലൂടെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലെ പ്രഗത്ഭ ചിന്തകനായ ജോർജ് വാഷിംഗ്ടൺ പോലും എഴുതി വെച്ചത്, എഡ്യൂക്കേഷൻ ഈസ് എ കീ ടു അൺലോക്ക് ദ ഗോൾഡൻ ഡോർ ഓഫ് ദ ഫ്രീഡം. സ്വതന്ത്രമെന്ന മഹാവിശ്വലോകം കീഴടക്കാൻ വിദ്യ എന്ന ആയുധം കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ എന്ന വിശുദ്ധ ഖുർആനിന്റെ ചോദ്യത്തെ അന്വർത്ഥമാക്കും വിധം അജ്ഞതയുടെ കരിഞ്ചങ്ങലകളെ വലിച്ചെറിഞ്ഞ് എന്നെന്നും ശാശ്വതമാക്കി തീർക്കുന്ന അറിവ് എന്ന ആയുധമണിയാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. അതിന് നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിനെ ഉപസംഹരിക്കുന്നു. വാഹിർ ദവാനൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശ്രദ്ധിക്കുക.